ഹായ് ഹലോ. ഇന്നലെ മോന് സ്കൂളത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാല മേക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അച്ഛൻ ചോദിച്ചു, അച്ഛന്റെ മാലയാണ് ഇത് കേട്ടോ, അപ്പൊ ഇതൊന്നും മേക്കോർ ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അത് ഒരു എന്താ പറയാ, നമ്മുടെ ഒരു കമ്പിയിലുള്ള ടൈപ്പ് മാലയാണ്. അപ്പൊ അത് അച്ഛന് ഭയങ്കര കുത്തുന്നുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി നൂലിലേക്ക് ആക്കും വേണം. പിന്നെ ഒരു വേറെ കൊന്ത ടൈപ്പ് മാല ഉണ്ട് അവിടെ, അപ്പൊ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടായി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് മാലയുടെ മുത്ത് സെപ്പറേറ്റ് ചെയ്യണം ആദ്യ പരിപാടി. കുട്ടികൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കണല്ലോ. അപ്പൊ നമ്മള് മുത്തുകൾ രണ്ടും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്കത് കോർത്ത് തുടങ്ങാം കേട്ടോ. പിന്നെ അതിനെ പ്രത്യേകിച്ച് ലോക്കറ്റോ അലങ്കാരപ്പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിമ്പിൾ ആണ്. രണ്ടും കൂടെ ഇല കലർത്തി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ സൂചി കോർക്കലാണ് അടുത്ത ഘട്ടം. അതൊരു വല്ലാത്ത ഘട്ടമാണ് കേട്ടോ. പിന്നെ പ്രായം കൂടി വരികയാണെന്നുള്ള തെളിവാണ്, കണ്ണുമ്പോൾ കാണുന്നില്ല. അങ്ങനെ എന്താ പറയാ, നമ്മുടെ സൂചി ഒന്ന് ഒരുവിധമൊക്കെ കോർത്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടകലർത്തി ആദ്യം നില, പിന്നെ വെള്ള, പിന്നെ നില, പിന്നെ വെള്ള, അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്റെ ഇടയിൽ തെറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് പിന്നെ ഊരി പിന്നെ ഇട്ട് അങ്ങനെ ഒരു വിധം സെറ്റ് ആക്കി. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഒരു സുഖമില്ല. അപ്പൊ ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് വീഡിയോ എടുത്തു കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വേഗം പോർത്തെടുക്കാം. പിന്നെ ഒന്ന് കുട്ടിപ്പട്ടാളങ്ങൾക്ക് അവധിയാണല്ലോ. പിന്നെ നല്ല മഴയാണ് കേട്ടോ. എല്ലായിടത്തും മഴ തന്നെയാണെന്നാണ് കിട്ടിയൊരു അറിയിപ്പ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. നമ്മുടെ മാല അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? പിന്നെ എന്റെ കഴുത്തിന്റെ ഒരു മെഷർമെന്റിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അച്ഛനത് പാകം ഉണ്ടോ എന്താന്ന് എനിക്കറിയില്ല. വലിപ്പം കുറവാണെങ്കിൽ നമുക്കൊന്നും കൂടെ അഴിച്ചു പണിയേണ്ടി വരും. അങ്ങനെ റെഡി ആയി. ഇനി അതൊന്ന് കൂട്ടി കെട്ടിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിന്റെ ഇടയിൽ അവിടെ ബഹളങ്ങളും കൊലവിളികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സ്കൂൾ ലീവുള്ള ദിവസം 2 തലയല്ല 16 തല ഉണ്ടെന്നെങ്കിൽ എത്ര നന്നായും ചിന്തിക്കാറുണ്ട്. പിന്നെ നമ്മളൊരു വർക്കിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അത് മാത്രമായിരിക്കണം ചിന്ത. അങ്ങനെ എന്റെ മാല റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചാൽ ബോറായിരിക്കുമെന്ന്, വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് മുട്ടവും കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട്. മോന് വാങ്ങിയ വർക്കിന് വേണ്ടി വാങ്ങിയതൊക്കെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇതൊരു തുടക്കം മാത്രം. സംഭവം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ കേട്ടോ. പിന്നെ വെറും മടിയാണ് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ എന്റെ കാര്യത്തിന് ഇതെന്തായാലും പാകമായിട്ടുണ്ട്. ഇനി അത് അച്ഛന്റെ കാര്യത്തിന് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് അങ്ങനെ കണ്ടറിയാം. അപ്പൊ ഇനി മുതലെങ്കിലും വീഡിയോ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അത്രയേ ഉള്ളൂ. ടാറ്റാ.